ഹായ്. സൺഡേ ആയിട്ട് വീട്ടിലിരുന്നാൽ എങ്ങനെ? പുറത്തേക്കൊക്കെ ഒന്ന് പോകണ്ടേ? ഇത് ഞാൻ ചോദിച്ചതല്ല, മോള് ചോദിച്ചതാണ്. എന്നാൽ പിന്നെ പോയിട്ട് തന്നെ കാര്യം. നമുക്ക് പൊന്നാനി ബീച്ചിൽ പോകാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കർമ്മ റോഡ് വഴിയാണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് കർമ്മയും കാണാമല്ലോ. അപ്പോൾ യാത്ര തുടങ്ങി. ഞങ്ങൾ കർമ്മ റോഡിലൂടെ പോവാണ്. കർമ്മ റോഡ് വഴി ഹാർബർ കൂടെ കയറിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് എത്താമെന്ന് കരുതിയത്. കർമ്മയിൽ നല്ല തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ചയൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകളെല്ലാവരും പുറത്ത് ഒരു ഫാമിലി വൈബായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കർമ്മയിലൂടെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. മറ്റൊന്നുമല്ല, നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല പുഴയൊക്കെ കണ്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സുഖം തന്നെയല്ലേ. പിന്നെ ഇഷ്ടംപോലെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ എല്ലാവരും അവിടെ ഫാമിലിയൊത്ത് ഔട്ടിങ്ങിന് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ പൊന്നാനി ഹാർബറിലെത്തും. ഇതിപ്പോൾ പുതുതായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള പാലമാണ്. ഏതാണ്ട് ഒരു 2 വർഷത്തോളമായിട്ടായി തോന്നുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർബറിലോട്ടും അതുപോലെ തന്നെ കർമ്മയിലോട്ടുമുള്ള ആ ഒരു റൂട്ട് വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരക്ക് കുറച്ച് കുറയും. നമ്മൾക്ക് ജംഗ്ഷൻ വഴിയൊക്കെ അല്ലേ പോവുക, അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ബീച്ചിലോട്ട് പോവുകയും ചെയ്യാം, അതുപോലെ തന്നെ കർമ്മ റൂട്ടിൽ പോവുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഹാർബറിൽ പോകാറുണ്ട്. അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസൊക്കെ കൊടുക്കണം. എന്നാലും ഒരു രസമല്ലേ ചാകര വരുന്നത് കാണാനും മീനുകൾ കുറേ കൂട്ടിയിടുന്നത് കാണാനൊക്കെ. അപ്പോൾ അങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ യാത്ര ബീച്ചിലോട്ടുള്ളത് സക്സസ് ആയില്ല. ഇന്ന് അവിടെ നബിദിനത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് കാരണം തന്നെ ബ്ലോക്കായിരുന്നു. ഞങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. ഹാർബറിൽ നിന്ന് നേരെ കറങ്ങി കർമ്മയിലോട്ട് തന്നെ കയറി. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വേറെ ഒരു സ്ഥലമല്ല, കർമ്മയിൽ അവതാർ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അത് കാണാമെന്ന് കരുതി. ഞങ്ങളുടെ പ്ലാനിലേ ഇല്ലാത്ത ഒരു സംഗതിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവതാർ എക്സ്പോ കാണാമെന്ന് കരുതിയിട്ട് അവിടെ ഇറങ്ങി. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച കൂടി ആയത് കാരണമായിരിക്കും. നല്ല പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു സെറ്റിങ്സ് എങ്ങനെയാണ് ഉള്ളിലെന്ന് അറിയില്ല. 50 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. എൻട്രൻസിൽ തന്നെ നമുക്ക് അവതാറിൻ്റെ ഒരു സെറ്റിങ്സ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ ഒരു കണ്ണിനൊരു ഇമ്പമൊക്കെ ഉണ്ട്. അതിന് ഒരുപാട് എംബലിഷ്ഡൊന്നുമല്ല, പക്ഷേ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അവതാറിൻ്റെ 2 ക്യാരക്ടേഴ്സൊക്കെ അതിലുണ്ടായിരുന്നു. പിന്നെ ഫുള്ളി ലൈറ്റ് സെറ്റിങ്സ് അതുപോലെ തന്നെ അതൊക്കെ വളരെ നല്ല രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതിലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് ഓണത്തിനാണ് അവർ ഈ എക്സ്പോ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഓണം കഴിഞ്ഞ് കുറച്ചായി, എന്നാലും അതിന് അത്യാവശ്യം തിരക്കുകളുണ്ട്. ഓണത്തിൻ്റെ സമയത്ത് വെക്കേഷന് നല്ല തിരക്കായിരുന്നു. ഇവിടേക്ക് അങ്ങനെ അധികം വരാനൊന്നും പറ്റിയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയ കാരണം. പിന്നെ സെറ്റിങ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, മൃഗങ്ങളുടെ ഡമ്മീസാണുള്ളത്. നമ്മൾ സാധാരണ എക്സ്പോയിലൊക്കെ കാണുന്നത് പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട് എക്സ്പോ. അത് അവർക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും. അതായത് അത് ക്യൂരിയസ് ആയിട്ട് കാണാൻ അവർക്കത് അത്രയും വലിയ ഒരു ഇതിൽ കാണില്ലേ. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും. കുറേ മൃഗങ്ങളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു എലിഫൻറ്റിൻ്റെ അതാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ജിറാഫ് ഉണ്ടായിരുന്നു. ഇത് ഒരു ചെറിയൊരു എക്സ്പോ ആയത് കാരണം തന്നെ നമുക്ക് മടുക്കില്ല. അതായത് ഒരുപാട് നടന്നിട്ടും അതുപോലെ തന്നെ ഒരുപാട് കാണാനുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇതില്ല. ഒരു ചെറിയൊരു എക്സ്പോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളത് നല്ല നീറ്റായിട്ട് സാവധാനം കാണാം. കുട്ടികൾക്ക് അത് കാണുമ്പോൾ മോനൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിന് ശേഷം പിന്നെ ആസ് യൂഷ്വൽ സ്റ്റാളുകളായിരുന്നു. ചെറിയ ഷോപ്സ് അതുപോലെ തന്നെ ഫുഡ് കോർട്ട് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. ഒരു ചെറിയൊരു ഫൺ സോൺ ഉണ്ടായിരുന്നു. ഫൺ സോണ് നമ്മുടെ റിങ്ങുകൾ അങ്ങനെയുള്ള ബോള് അതൊക്കെ എറിയലും ഇടലും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു.
അപ്പോൾ അതും ശരിക്കും അങ്ങനെയുള്ള ഗെയിംസൊക്കെ നല്ലതാണ്. കാരണം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു ചെറിയൊരു ടൈം പാസ്സല്ലേ. അപ്പോൾ അതിൽ മോള് പങ്കെടുത്തു. റിങ് റീലിലൊന്നും കിട്ടുകയൊന്നും ചെയ്തില്ല. അപ്പോൾ അത് കുറച്ച് നേരം ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു. ഇതിലങ്ങനെ പ്രൈസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിന് ശേഷം ബോൾ ഇടുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. അത് രസമുണ്ടായിരുന്നു. അതിൽ ഇട്ടിട്ട്, അതായത് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് തോന്നും അത് വലിയ പോയിൻറ്റിനാണ് കൂടുതൽ പ്രൈസ് എന്നുള്ളത്. പക്ഷേ അത് ചെറിയ പോയിൻ്റ് വരുമ്പോഴാണ് വലിയ വലിയ പ്രൈസ്. അതിൽ 2 ബോൾസാണ് അവൾക്ക് കിട്ടിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാനിപ്പൂരി ടേസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ യന്ത്രൂഞ്ഞാൽ അങ്ങനെയുള്ള എക്സിബിഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതിലൊന്നും ഞങ്ങൾ കയറാൻ നിന്നില്ല. ദെൻ അവിടെ ഒരു മാരുതി നെക്സയുടെ ജിംനി, പണ്ടത്തെ മോഡലൊരു വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അപ്പോൾ അത് പലക്കൊന്ന് ജസ്റ്റ് നോക്കി. പിന്നെ ഞങ്ങൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ബ്രൗണിയൊക്കെ കഴിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവതാർ എക്സ്പോയിലുള്ള കാഴ്ചകൾ. കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു എക്സ്പോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയേ ഉള്ളൂ. ബായ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ സൺഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് പറയുക. ഓക്കെ, ബായ്.